നമസ്കാരം. ന്യൂ മാസ്ട്രോ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ന്യൂമറോളജിയും അസ്ട്രോളജിയും വാസ്തുശാസ്ത്രവും ഈ മൂന്ന് ശാസ്ത്രവും സംയോജിപ്പിച്ച് സാധാരണക്കാരനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ ചാനലിലൂടെ നടത്തുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് രാഹുകാലമാണ്. രാഹുകാലം നമ്മൾ എല്ലാവരും തന്നെ നോക്കുന്നത് കലണ്ടറിലുള്ള സമയമാണ്. എന്നാൽ കലണ്ടറിൽ നമുക്ക് എല്ലാ ദിവസവും രാഹുകാലം കൊടുക്കാൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തിനെ 8ആയിട്ട് ഭാഗിച്ച് ഒരു ഭാഗമാണ് നമ്മൾ രാഹുകാലമായിട്ട് എടുക്കുന്നത്. അത് ഓരോ ദിവസത്തിന് ഓരോ സമയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉദയം ആർക്കും തന്നെ അത്ര അറിവില്ല. അപ്പോൾ ഈ ഉദയത്തിൻ്റെ എത്ര വ്യത്യാസമുണ്ടോ ആ വ്യത്യാസം നമ്മൾ ഈ കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന സമയവുമായിട്ട് കൂട്ടുകയോ ചിലപ്പോൾ കുറയ്ക്കുകയോ വേണം. കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഉദയം 6 മണിക്ക് മുമ്പായിരിക്കണം. കലണ്ടറിൽ കൊടുത്തിരിക്കുന്നത് 6 മണി ഉദയം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് 1/1/2024 അന്ന് തിങ്കളാഴ്ചയാണ്. അന്നത്തെ ഉദയം 6:45 തിങ്കളാഴ്ച രാഹുകാലം 7:30 മുതൽ 9 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ഈ 45 മിനിറ്റ് നമ്മൾ ഈ 7:30 മണിയോടുകൂടി കൂട്ടണം. അപ്പോൾ 8:15 വരും. 9 മണി എന്നുള്ളത് 9:45 വരും. അപ്പോൾ അന്നത്തെ ആക്ച്വലി രാഹുകാലം 8:15 മുതൽ 9:45 വരെയാണ്. എന്നാൽ പലരും അത് തെറ്റിക്കാറുണ്ട്. എല്ലാവരും 9 മണി കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി രാഹുകാലത്തിനകത്ത് തന്നെ എല്ലാവരും ചെയ്ത് കാര്യങ്ങൾ സാധിക്കുകയാണ്. തെറ്റാണെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇനി മുതലെങ്കിലും ഉദയം നമ്മൾ നോക്കിയിട്ട് ആ ഉദയം കൂടി ഇതിനകത്ത് കൂട്ടണമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. രാഹുകാല സമയത്ത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ളതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് ഒന്ന് എല്ലാവരും പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും എൻ്റെ ശുഭദിനാശംസകൾ.